ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി സുശീലയുടെ സമാധാനം പോകുന്ന ആ നാളെത്തിയിട്ടോ. സുശീല മഞ്ചാടിക്ക് മുന്നിൽ കുത്തിത്തിരിപ്പ് നടത്തി താൻ വിജയിക്കുമെന്നാണ് സുശീല കരുതിയിരിക്കുന്നത് കേട്ടോ. പക്ഷേ ദയ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു. സുശീലയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അതായത് അനുപമയുടെയും ഇന്ദ്രൻ്റെയും കല്യാണം രണ്ടാമതും ഈ കുഞ്ഞ്, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം നടത്തിയിരിക്കുന്നു എന്നാണല്ലോ ടൈറ്റിലിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ വന്നിരിക്കുന്നു കേട്ടോ. വിവാഹം കഴിഞ്ഞവർ കുട്ടിയായിട്ടും വീണ്ടും ഒരു താലികെട്ട് നടത്താനും നിങ്ങൾ ഡിവേഴ്സ് വരെ എത്തിച്ചിട്ട് പിന്നീട് ഇങ്ങോട്ടേക്ക് തിരികെ വരാനും ആരാണ് ഇതിന് കാരണം, ഇതിൽ ആരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ ചോദ്യമായിരിക്കുന്നു കേട്ടോ. അങ്ങനെ ദയ പറഞ്ഞതുപോലെ സുശീലയെ ചോദ്യം ചെയ്യുന്ന ആ ഒരു എപ്പിസോഡുകളാണ് കേട്ടോ, അതും സോഷ്യൽ മീഡിയകൾക്ക് മുന്നിൽ കേട്ടോ. അങ്ങനെ ഇന്ദ്രന് ഷ്യാമ് ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ അനുവിന് കാണിച്ചു കൊടുക്കാനോ, നമ്മുടെ വിച്ചുമോൻ തന്നെയാണ് രാജകുമാരൻ, അവൻ തന്നെയാണ് സത്യത്തിൽ നമ്മുടെ താലികെട്ട് നടത്തിയത്. നീ എന്തായാലും മോനെ മുറുകെ പിടിച്ചത് നന്നായി, എന്തായാലും ഈ വീഡിയോ വൈറലായിരിക്കുന്നു എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ആ പെണ്ണും ചെക്കനും ആ വീട്ടിലോട്ട് കേടി വരുന്നത്. അതായത് അവരുടെ ഇപ്പോൾ വീഡിയോ അവരുടെ ആ ഒരു ഇതിലാണല്ലോ അവരിട്ടിരിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും അവർ ഇടാൻ വേണ്ടി വൈറലായത് കൊണ്ട് തന്നെ അവർക്ക് ഇനി ആദ്യം ഇൻ്റർവ്യൂ ഇവരെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിനി വ്യൂസ് കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ അവർ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇത് ആരാണെന്ന് സുശീലക്ക് അറിയില്ല, അതുപോലെ തന്നെ ഇന്ദ്രന് ആർക്കും തന്നെ അറിയില്ല. ഇവരുടെ കണ്ണിൽ അങ്ങനെ ഒരു ഓർമ്മയെ തന്നെയില്ല. അപ്പോഴാണ് കേട്ടോ പ്രതിഭ അങ്ങോട്ടേക്കും സോന കടന്നു വരുന്നത്. അങ്ങനെ സോനയും പ്രതിഭയും കൂടി പറയാണ്, അല്ല അന്ന് ഇന്ദ്രട്ടിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് അവിടെ ഉണ്ടായിരുന്ന മീഡിയക്കാരല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞങ്ങൾ മീഡിയ ഒന്നല്ല, ഞങ്ങൾക്കൊരു കൊച്ചു ചാനലുണ്ട്, അതിൽ ഞങ്ങൾ ഓരോ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവെക്കും. അങ്ങനെ ആ അമ്പലത്തിനെ കുറിച്ച്, മഹാദേവ ക്ഷേത്രത്തിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്യുന്നതിനിടയ്ക്കാണ് ഇവരെ യാദൃശികമായി കണ്ടത്. ഇവരെ കണ്ടതല്ല, താലികെട്ട് എല്ലായിടത്തും നടക്കുന്നതാണ്. ഒരു ചെറുക്കനും ഒരു പെണ്ണും തമ്മിലുള്ള താലികെട്ട് എല്ലാ ഇടങ്ങളിലും നടക്കും. പക്ഷേ ഞങ്ങളെ അതിശയപ്പെടുത്തിയത് അതൊന്നല്ല, ഈ കുഞ്ഞ് അതിനിടയിൽ നിൽക്കുന്ന ആ ഒരു സീനാണ് ഞങ്ങളെ അതിശയപ്പെടുത്തിയത്. അപ്പോൾ ഒരു കുഞ്ഞുണ്ടായിട്ടും നിങ്ങൾ വേറെ ഒരു കല്യാണം കഴിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് പറയാമോ എന്ന് ആ ചെറുക്കനും പെണ്ണും ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സുശീല കുരച്ച് ചാടാൻ ഒരുങ്ങണം കേട്ടോ. അതെ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യവും പറച്ചിലൊന്നും വേണ്ട. അപ്പോഴേക്കും പ്രതിഭ പറയാണ്, അനുചേച്ചി ഇന്ദ്രേട്ടൻ ഇപ്പോൾ സെലിബ്രിറ്റികളായി മാറിയോ എന്നാ ചോദ്യമായിരിക്കുന്നു കേട്ടോ. അത് കേൾക്കുന്ന സുശീലക്ക് മൊത്തത്തിൽ ചൊറിഞ്ഞു വരികയാണ്. വായടയ്ക്ക് മിണ്ടാതിരിക്കടി, ഒരാവശ്യമില്ലാത്ത ചോദ്യവുമായി വന്നിരിക്കുന്നു എന്നങ്ങ് സുശീല പറയുന്നു കേട്ടോ. ഈ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ അത്രങ്ങ് പ്രതിഭക്ക് പിടിക്കലോ, ഇവരുടെ കുശുമ്പ് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന ലെവലിൽ നിൽക്കണം കേട്ടോ. അപ്പോഴേക്കും സോന, അമ്മയൊന്നും മിണ്ടാതിരിക്കുക, അമ്മ ഇവിടെ മിണ്ടിക്കഴിഞ്ഞാൽ അമ്മക്കാണ് ഇതിൻ്റെ ദോഷം വരിക, അമ്മ അതൊന്ന് ആലോചിക്കുക, അമ്മ എന്തിനാണ് ഇത് മിണ്ടാൻ നിൽക്കുന്നത്, അമ്മ ഇവിടെ മിണ്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇവരുടെ ബന്ധം ഡിവേഴ്സ് വരെ എത്തിയതാണ്. അപ്പോൾ നാട്ടുകാർ ചോദ്യം ചെയ്യുമ്പോൾ അമ്മയും കൂടി ചോദ്യം ചെയ്യും, ഇവരുടെ ബന്ധത്തിന് ഇടങ്കോലിട്ടത് ആരാണെന്ന് ചോദിക്കും. അപ്പോൾ അമ്മയാണെന്ന് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അമ്മക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ആണ്, അത് കളിക്കുമ്പോൾ ഈ അയൽവാസികളോടും മറ്റുള്ളവരോടും അനന്തമാഷിനോടും കളിക്കും പോലെ ആവില്ല, പലയിടത്തുനിന്നും അമ്മക്ക് ആക്രമണം വരും. ഓ നീ ഒന്ന് മിണ്ടാതെ പോയിക്കോ, അവളുടെ ഒരു പറച്ചിൽ അത് കേട്ടോടെ തന്നെ എൻ്റെ പൊന്നമ്മയൊന്നും മിണ്ടാതിരിക്കുക, ഈ സമയം മിണ്ടാതിരുന്നില്ലെങ്കിൽ ഈ അമ്മയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും അമ്മയെ കൊണ്ടുപോകാനുള്ള ആ ഒരു ഇതും കൂടി വരും. വെറുതെ വേണ്ടാത്തതിന് നിൽക്കണോ, അറിഞ്ഞും കൊണ്ട് അമ്മ ട്രെയിനിന് തല വെച്ച് കൊടുക്കാൻ നിൽക്കണോ? ഓ അത്രമാത്രം പ്രശ്നമാണോടി? അതെ, അത്രമാത്രം പ്രശ്നമാണ് അമ്മേ. അമ്മ വായടക്ക്. ഇനി അവർ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്കും അവരെന്തുത്തരം നൽകുമെന്ന് പറയാൻ പറ്റില്ല. അനുചേച്ചിയെ പഴയ അനുചേച്ചി ഒന്നല്ല, അനുവെടുത്ത് എന്തെങ്കിലും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ കുടുങ്ങും അമ്മേ. ഇവിടെ വിവാഹബന്ധം വേർപിരിയാൻ വരെ കാരണം ആരാണെന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം അമ്മയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ പറയേണ്ടതില്ലല്ലോ അമ്മേ, ഞാൻ പറയണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ സുശീലക്ക് പേടിയായിട്ടോ. ഈശ്വര എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഈ പെണ്ണും ചെക്കനും ചോദിക്കുകയാണ്, എവിടെ ഞങ്ങളുടെ താരം, ഞങ്ങളുടെ സെലിബ്രിറ്റികൾ എവിടെ? ഓ ഇവളോട് സെലിബ്രിറ്റി, ഓള് സെലിബ്രിറ്റിയോ? അത് കേൾക്കുമ്പോൾ തന്നെ സുശീലക്ക് പല്ല് കടിച്ചും കൊണ്ടാണ് കേട്ടോ സുശീല അത് പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ എവിടെ ഞങ്ങളുടെ താരം, സെലിബ്രിറ്റികൾ എവിടെ, ഞങ്ങളൊന്ന് കാണട്ടെ എന്ന ചോദ്യമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു പറച്ചിലങ്ങ് കേൾക്കുമ്പോൾ
പ്രതിഭ പറയും ഞാൻ വിളിക്കാം, ഏട്ടത്തെയും ഏട്ടനെയും ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് പ്രതിഭ പതിയെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് തൻ്റെ ഏട്ടത്തെയും ഏട്ടനെയും വിളിക്കാൻ പ്രതിഭ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ചേച്ചി ഇന്ദ്രേട്ടാ, എന്താ എന്താ പ്രതിഭ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും വാങ്ങണോ എന്നൊക്കെ ഇന്ദ്രൻ ചോദിക്കുമ്പോൾ, അല്ല നിങ്ങളെ കാണാൻ 2 പേര് വന്നിട്ടുണ്ട്, ആരാ ഞങ്ങളെ കാണാൻ വന്നിട്ടുള്ളത്, അതൊക്കെ വായോ, നിങ്ങൾ പുറത്തു നിന്ന് വന്ന് കണ്ടു നോക്ക്. അങ്ങനെ ഇന്ദ്രനും അനുവും കൂടി പുറത്തോട്ട് വരികയാണ്. അപ്പോൾ ഈ സമയം ആരാ ഇവരൊക്കെ, ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. നിങ്ങളുടെ താലികെട്ടിൻ്റെ അന്ന് ഞങ്ങൾ ഈ കുഞ്ഞുണ്ടല്ലോ, അതായത് നിങ്ങളുടെ ഈ കുഞ്ഞിൻ്റെ പേരെന്താ, പിച്ചുമോൻ, അവനാണല്ലോ അച്ഛൻ്റെ അമ്മയുടെയും താലികെട്ട് നടത്തിയത്. ഓ, അപ്പം നിങ്ങളാണോ ഞങ്ങളുടെ വീഡിയോ എടുത്ത്? ഓ, ഞങ്ങൾ തന്നെ. അപ്പം നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് കിട്ടിയാൽ നന്നായിരുന്നു, ഒരു ഇൻ്റർവ്യൂ ചെയ്യാനാണ് വന്നത്. അത് കേൾക്കുന്ന സുശീല, ഇവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വേണോ? അപ്പോഴേക്കും അമ്മ ഒന്നും മിണ്ടാതിരിക്കേ, ഇവർക്ക് എന്താ ചോദിക്കാനുള്ള വെച്ചാൽ ചോദിച്ചു പോയിക്കോട്ടെ. ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തില്ലെങ്കിൽ വേറെയും ആളുകൾ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരും. അപ്പോൾ ഞങ്ങളുടെ ചാനലിലൂടെയാണല്ലോ നിങ്ങൾ സെലിബ്രിറ്റികളായി മാറിയത്. ഇപ്പോൾ ലോകമെമ്പാടും നിങ്ങളുടെ സംസാരത്തിന് കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ തരികയാണെങ്കിൽ നന്നായിരുന്നു. ഓ, അതിനെന്താ, എന്താ ഇന്ദ്ര നീ വെറുതെ ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഇനി അതിനെ വളച്ചൊടിച്ച് നാളെ ആളുകൾ ഓരോ കഥകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നമാവും. അങ്ങനെയൊന്നുമില്ല അമ്മേ. അപ്പോഴേക്കും ഈ പെൺകുട്ടി പറയണേ, ഇവിടെ ഒരു ചോദ്യങ്ങളും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ഇവരുടെ ജീവിത കഥയൊന്ന് അറിയണമെന്നുണ്ട്. ഈശ്വര, പെട്ടല്ലോ എന്ന് സുശീല ചിന്തിക്കുകയാണ്. അപ്പോൾ സോന പറയപ്പോൾ, ഞാൻ പറഞ്ഞത് എന്തായി അമ്മേ, ഇവർ കുഴി തോണ്ട് അതന്നെയാണ്. അപ്പോഴേക്കും മനു ആണ് സുശീലയുടെയും സോനയുടെയും മുഖത്ത് ആ ഭയം കാണും. അനു പറയാണ്, അതെ നിങ്ങൾക്ക് എന്താ ചോദിക്കേണ്ടത് ചോദിച്ചോളൂ. എന്നാൽ നിങ്ങൾ 3 പേരും ഇവിടോട്ട് ഇരിക്കൂ, ക്യാമറയ്ക്ക് മുന്നിൽ നിങ്ങളാണ് വേണ്ടത്. അപ്പോൾ സുശീല ചോദിക്കും, ഞാൻ വേണ്ടേ? നിങ്ങൾ വേണ്ട, നിങ്ങളിതിൽ ചോദ്യങ്ങളല്ലല്ലോ. ഇവിടെ ഇപ്പോൾ സെലിബ്രിറ്റികൾ ഈ 3 താരങ്ങളാണ്, ഈ കുഞ്ഞാണിത് ഇവിടുത്തെ താരം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ? ഓ, ചോദിച്ചോ എന്ന് അനു പറയാൻ കേട്ടോ. അതെ, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ഈ മകൻ വീണ്ടും അച്ഛൻ്റെയും അമ്മയുടെയും താലികെട്ട് നടത്താനുള്ള ഒരു സീനുണ്ടായത്, അത് നിങ്ങളതിനിടയ്ക്ക് ഡിവേഴ്സ് ആവുകയോ വേർപിരിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? അത് കേൾക്കുന്ന സുശീല, എൻ്റെ സോന ഇപ്പോൾ പറഞ്ഞതുള്ളൂ, അത് തന്നെ ഇനിയും സംഭവിക്കുന്നല്ലോ എന്ന് ഭയപ്പാടെ നിൽക്കുമ്പോൾ, എന്താ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. അപ്പോൾ അനുങ്ങനെ സുശീലയെ നോക്കാനിട്ടോ. അപ്പോൾ ഇന്ദ്രനും നോക്കാണ്. ഇതേ സമയം എന്ത് മറുപടിയാണ് ഈശ്വര കൊടുക്കുക? അമ്മയുടെ പേരിൽ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അമ്മ എല്ലാവർക്കും മുന്നിൽ ചോദ്യചിഹ്നമായി മാറും. സ്വന്തം മകൻ്റെ ജീവിതം ഇത്രയും കാലം തടഞ്ഞത് അമ്മയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അമ്മയെ ചോദ്യം ചെയ്യും. ഇനി അമ്മക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയത്തില്ല എന്നൊക്കെ സോന പിറുപിറ പറയുമ്പോൾ, പ്രതിഭയാണെങ്കിലും ചെറിയൊരു ചിറിയോടുകൂടി നിൽക്കുന്ന ശ്യാമാണെങ്കിലും ഈ തള്ളക്ക് കുറേ കാലമായി എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നു, അത് നടന്നെങ്കിൽ ഒന്ന് നന്നായിരുന്നേനെ എന്ന മുഖഭാവത്തിൽ ശ്യാമം നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ആ സമയം അനു പറയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തരണം ചെയ്തു പോയവരാണ് ഞങ്ങൾ. നിങ്ങളായിട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണോ? ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതൊന്നല്ല എന്ന് ഇന്ദ്രൻ പറയണേ. അപ്പം അനുപം പറയണേ, ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതല്ല, ഞാനും ഇന്ദ്രേട്ടനും അച്ഛനും അതുപോലെ തന്നെ ഇവിടുത്തെ വീട്ടുകാരൊക്കെ തീരുമാനിച്ചുറപ്പിച്ചുണ്ടായ കല്യാണം തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞാവുന്നത് വരെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയി. തട്ടിയും മുട്ടിയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ജീവിതത്തിനിടയിൽ നേരിടേണ്ടി വരുന്നു എന്ന് കണ്ടപ്പോൾ എന്തൊക്കെയോ എവിടേക്കോ ഒരു പൊട്ടലും ചീറ്റിലും ആയതുകൊണ്ടും തെറ്റിദ്ധാരണ ആയതുകൊണ്ടും പിന്നീട് വിവാഹം ജീവിതം വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനമാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ അതിനിടയിൽ കളിച്ചത് ആരാ? നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഒരു കരടായി വന്നത് ആരാണ് നിങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കിയത്? അത് കേൾക്കുന്ന സുശീലയുടെ വരെ കളിയിട്ട്, എടിമോളെ അവൾ എൻ്റെ പേര് പറയോ? ഞങ്ങളുടെ ജീവിതത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഒരു ആൾ വന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി മാറിയത്. ഞങ്ങളുടെ ജീവിതം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി എത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേര്. അത് കേൾക്കുന്ന സുശീലയുടെ വയറ് കാണുന്ന കേട്ടോ. ഈശ്വര, എൻ്റെ പേരുകൾ പറയോ? അമ്മേ, അനുവടുത്തിയുടെ ക്യാരക്ടർ വെച്ച് അനുവടുത്തി എന്തായാലും പറയും, അത് ഉറപ്പാണ്, അമ്മ പെട്ടു എന്ന് പതിയെ പറയുമ്പോൾ ഉടൻ തന്നെ സുശീല അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രതിഭയാണെങ്കിൽ ഒന്ന് പറഞ്ഞെങ്കിൽ നന്നായിരുന്നു, ഈ തള്ള ഒന്ന് അടങ്ങുമല്ലോ എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ്.
അപ്പോൾ അനു ആണെങ്കിലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരാൾ കടന്നു വന്നത് തന്നെയാണ്, അതൊരു സ്ത്രീയാണ്, അത് ഇവിടുത്തെ അമ്മയാണോ അതോ നാത്തൂനാണോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇതിൽ രണ്ടിലും സോനയും പെട്ടല്ലോ. അപ്പോൾ സോന ഇങ്ങനെ ഭയപ്പാട് നിൽക്കുക, ഞാനുണ്ടെന്ന് അനുവടുത്തി പറയുമോ, ഇപ്പം എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ, എൻ്റെ തനി സ്വഭാവം ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സമയം നന്ദിയില്ലാത്ത സ്വഭാവമാണല്ലോ അമ്മയ്ക്കും മകൾക്കും. അങ്ങനെ ഈ സമയം താൻ പിടിക്കപ്പെടുമോ എന്ന പേടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ അനു പറയണേ, എൻ്റെ ജീവിതം ഇന്ദ്രേട്ടൻ്റെയും ജീവിതം തകർത്തത് ഒരു സ്ത്രീ തന്നെയാണ്. ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, രണ്ട് സ്ത്രീകളുടെ കൈകളാണ്. അവരാണ് ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റിദ്ധാരണയും പലതും ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനം വരെ എത്തി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതം വേണ്ടെന്ന് വെച്ച് ഡിവേഴ്സ് വരെ എത്തി. അന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം എത്രത്തോളം വിലപ്പെട്ടതാണെന്നും ഞങ്ങൾ എത്രത്തോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ടെന്നും ഞങ്ങളുടെ മകൻക്ക് ഒരു അച്ഛനെയും അമ്മയും നഷ്ടപ്പെടുന്ന വേദന എന്തെന്നും തിരിച്ചറിയാൻ ഞങ്ങളിൽ കഴിവുണ്ടായതെന്ന് പറയാനിട്ടോ. അതുകൊണ്ട് ആ സ്ത്രീയുടെ പേരൊന്ന് വെളിപ്പെടുത്താമോ എന്നവർ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനുപമ ആ സ്ത്രീയുടെ പേര് എന്ന് പറഞ്ഞിട്ട് പേര് പറയണോ? ഓ പറയണം ചേച്ചി, ഞങ്ങൾക്കും കേൾക്കാൻ ആഗ്രഹമുണ്ട്, ദയവ് ചെയ്ത് ചേച്ചി ഒന്ന് പറയൂ ഓ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് അനുപമ പറയാൻ അങ്ങ് ഒരുങ്ങുമ്പോഴേക്കും അനുപമ പറയുന്നു, അത് വേണ്ട, ഒരു സോഷ്യൽ മീഡിയയല്ലേ, അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ കാരണം ഉണ്ടാവരുത്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം തകർത്ത ഒരു സ്ത്രീയാണ്, അത്രയേ പറയുന്നുള്ളൂ. എന്തായാലും അവരുടെ മുഖത്തടിക്കുന്നത് പോലെയുള്ള ശിക്ഷ ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്ന് പറയാൻ കേട്ടോ. ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി താൻ എന്ത് ഉത്തരമാണ് അവിടെ നൽകേണ്ടതെന്ന് അറിയാതെ സുശീല പകച്ചും കൊണ്ട് പേടിയോടുകൂടി, ജീവനും കിട്ടിയ ആ ഒരു പേടിയോടുകൂടി ഓടടാ ഓട്ടം ഓടുകയാണ് കേട്ടോ.